എന്തൊക്കെ തരം ആൾക്കാര് ദൈവമേ, ഒരു പരിധി ഇല്ലടാ. ഇനിയിപ്പോ വേൾഡ് കപ്പ് തുടങ്ങിയ സ്ഥിതിക്ക് എലക്ഷൻ പോലെ മുക്കിനും മൂലയ്ക്കും ഫ്ലെക്സ് ആയിരിക്കും അല്ലേ? സത്യം കേട്ടാ. ഓ, ഇതിന്റെ ആണല്ലേ ഒരു പയ്യൻ ഇന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എണീപ്പിച്ച് ഫ്ലെക്സ് അടിക്കാൻ പൈസ തരുമെന്ന് ചോദിച്ച് കേട്ടാ. ഇതിന്റെ ഫ്ലെക്സ് ആണ് കേട്ടാ അത്. എനിക്ക് എപ്പോഴാണ് കാര്യം പിടികിട്ടിയത്. ഞാനും അതിന് 10ാം ക്ലാസ് ജയിച്ചതിന്റെ മറ്റേ ഇതുവല്ലോ ആണ്. ഞാൻ ഉറക്കത്തിൽ വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെച്ചതാ. ഇതിന്റെ 400 ഫീറ്റ് വെച്ചെണ്ണാന്നോ? 400 ഫീറ്റ് ഫ്ലെക്സ് അടിക്കാനൊക്കെ എത്ര രൂപ വരുവടാ? ബ്രസീലിന്റെ പേജിലൊക്കെ ഏതോ ഒരു ബ്രസീൽ അവരെല്ലാരും ഫോളോ അല്ല, 400 ഫീറ്റ് ഫ്ലെക്സ് അടിക്കാന്നൊക്കെ പറഞ്ഞ എത്ര രൂപ വരും അതിന്? നല്ല പൈസയാവും, നല്ല പൈസയാവും. 1 ലക്ഷം രൂപയോളം ആവും. 1 ലക്ഷോ? 1 ലക്ഷം രൂപയ്ക്കൊന്നും 400 ഫീറ്റ് ഒന്നും അടിക്കാൻ പറ്റില്ല. ഇതൊരു 100 ഫീറ്റിന് 10,000 രൂപ. അല്ലടാ, അത്ര ആവില്ല, അതിലും കൂടുതലാവും. അല്ലല്ല, നല്ല നല്ല പ്രൈസ് ആവണ്ട. 4 ലക്ഷം രൂപയെങ്കിലും ആവും. ചാറ്റിലൊക്കെ പറയുന്നുണ്ട് 4 ലക്ഷം രൂപയാവൂ. 4 ലക്ഷം 400 അടിയില്ല അണ്ണാ. 700 അടി ലോഡിക്കാന്ന്. പക്ഷെ ഒരു കാര്യത്തിലേ ഉള്ളൂ വിഷമം. ഇത് ഒഫൻസീവ് ആവാതെ എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഇന്ത്യയിൽ ഇരുന്നിട്ട് ഇന്ത്യൻ ടീമിനെ അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ലെവലിലേക്ക് ഇന്ത്യൻ ഫുട്ബോൾ ഒക്കെ വളർന്നു വന്ന അടിപൊളിയായിരുന്നേനെ അല്ലേ? സത്യം. അല്ല, ഞാൻ പറയണത് അങ്ങനെ ഒരു ടീം നമുക്ക് ഇപ്പൊ കറന്റ് ഇല്ല. അത് ഈ പറയണത് പോലത്തെ ബാക്ക് എൻഡിലുള്ള കളികള് കുറെ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ടീം, ഒരു ഇന്ത്യൻ ടീം ഫുട്ബോളിലും ക്രിക്കറ്റിലും ഡോമിനേറ്റ് ചെയ്യുന്നത് പോലത്തെ ഒരു ഫുട്ബോൾ ടീം കൂടെ വന്നിരുന്നെങ്കിൽ ഈ പറയണ 400 അടിക്കും 600 അടിയൊക്കെ വെച്ചേനെ. അത് വേറൊരു കാര്യമാണ്. പൊളിറ്റിക്സ് ഉള്ളതാ, അതിനകത്തുള്ള പൊളിറ്റിക്സുകളാണ് അതൊക്കെ. ഗവൺമെന്റ് സപ്പോർട്ട് ഇല്ല, അറിയാം ബ്രോ. ഇന്ത്യയിൽ കറന്റ് ക്രിക്കറ്റിന് മാത്രമേ ഉള്ളൂ സപ്പോർട്ട്. ക്രിക്കറ്റിന്, അതും നമ്മുടെ ഈ സൗത്ത് സൈഡ് അത് ഭയങ്കര കുറവാണ്. നോർത്തിലാണെങ്കിലും ക്രിക്കറ്റിനാണ് കറന്റ് സ്പോർട്സ് എന്നുള്ള രീതിയിൽ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ക്രിക്കറ്റ്, ഞാൻ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആളാണ്. ബട്ട് സ്റ്റിൽ ഞാൻ വേറൊരു കാര്യം പറയാം. ക്രിക്കറ്റിലെ പ്ലേയേഴ്സിന്റെ അച്ചീവ്മെന്റ്സും ക്രിക്കറ്റ് അച്ചീവ്മെന്റ്സും ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടാറുണ്ട്. ഓൺ ദ സെയിം സൈഡ് ബാക്കി ബോക്സിങ്, ബാക്കി എന്ത് നാഷണൽ അച്ചീവ്മെന്റ്സ് എടുത്താലും ആ പ്ലേയേഴ്സിന് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ ആൾക്കാർക്ക് റെക്കഗ്നൈസേഷൻ കിട്ടാറില്ല. മലയാളികളടക്കം എല്ലാവരുടെയും കാര്യം പറയണം, എല്ലാവരുടെയും കാര്യം പറയണം. ക്രിക്കറ്റ് അല്ല, നമ്മുടെ നാഷണൽ ഗെയിം ഹോക്കി അല്ലേ? ആ ഫ്ലെക്സിൽ ഇന്ത്യൻ ടീമിന്റെ ഫോട്ടോ ഉണ്ട്, മനസ്സിലായി? അല്ല, ഞാൻ പൊതുവെ പറഞ്ഞതാ ബ്രോ, ഞാൻ പൊതുവെ പറഞ്ഞതാ. അത് അങ്ങനെ കിട്ടാറില്ല നമുക്ക്. പോർച്ചുഗലല്ലേ, ഞാൻ പെട്ടെന്ന് സ്പെയിനാ പറഞ്ഞത്. സ്പെയിനൊക്കെ ഫാൻസ് ഉണ്ടാവല്ലേ കേരളത്തില്? ഉണ്ട്. എല്ലാ ടീമിനും ഉണ്ടാവല്ലേ കേരളത്തിൽ ഫാൻസ്?